അവനെയും സൈക്കിളിൻ്റെ പുറകിലിരുത്തി സ്കൂളിലേക്ക് പോകുന്നത്. കല്ലെറിഞ്ഞിട്ട പച്ചമാങ്ങകളിൽ 1-2 ഞാനറിയാതെ അവൻ പുസ്തക സഞ്ചിയിലേക്ക് ഇടുന്നത്. ഞാൻ കണ്ടെന്നറിഞ്ഞ അവന് വിഷമമാകും. അത് വേണ്ട. ഞാൻ സൈക്കിൾ സ്കൂളിലേക്ക് ആഞ്ഞു ചവിട്ടിപ്പോയത്. എന്തൊക്കെ ഓർമ്മകൾ! ശീതീകരിച്ച മുറിയിലെ പതുപതുത്ത സോഫയിൽ ദീർഘനിശ്വാസത്തോടെ ഇരുന്നും ഇരിക്കാതെയും 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ മുന്നിൽ. ഒരു മുൻനിര ഫാർമ കമ്പനിയുടെ MD ആണവൻ ഇന്ന്. പഴയതൊന്നും അവൻ മറന്നിട്ടുണ്ടാവില്ല. ഉള്ളിലെ മുഴുവൻ ധൈര്യവും എടുത്ത് ഞാൻ ചോദിച്ചു, അടുത്ത ആഴ്ച അവൾക്ക് സർജറിയാ, 5 ലക്ഷത്തിൻ്റെ കുറവുണ്ട്. അവൻ കുറച്ചു നേരം എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. പിന്നെ മേശ വലിപ്പം തുറന്ന് ഒരു ഫയൽ എൻ്റെ മുന്നിലേക്ക് വെച്ചു. പിന്നെ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതാ. ആകെ ഞെരുക്കത്തില്ല. ആ സമയം ക്യാബിനിലേക്ക് ഒരു ബെൽ ശബ്ദം കേട്ടു. അതിനോടൊപ്പം അവൻ്റെ സ്റ്റാഫ് കടന്നു വന്നു. സാർ, ഇത് 25 ലക്ഷത്തിൻ്റെ ചെക്കാ. നാളെയാ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന് അഡ്വാൻസ് കൊടുക്കേണ്ടത്. ഒന്ന് സൈൻ ചെയ്ത് വെച്ചേക്കണേ. അയാൾ ചെക്ക് മേശപ്പുറത്ത് വെച്ചിട്ട് പോയി. പണ്ട് ഞാൻ കാണാതെ 1-2 പച്ചമാങ്ങ പുസ്തക സഞ്ചിയിലേക്ക് വെച്ച അതേ ഭാവത്തിൽ അവൻ ഒട്ടും മാറിയിട്ടില്ല. പാവം. എനിക്കവനോട് സങ്കടം തോന്നി. ഒന്നും പറയാതെ ഞാൻ ശീതീകരിച്ച മുറിയിൽ നിന്ന് പൊള്ളുന്ന വെയിലത്തേക്ക് നടന്നു. വെയിലിൻ്റെ തീക്ഷ്ണത ഞാൻ അറിഞ്ഞതേയില്ല. പക്ഷേ സൗഹൃദത്തിൻ്റെ ഉഷ്ണത്തിൽ എൻ്റെ അകം പൊള്ളിപ്പിടയുന്നുണ്ട്.